കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നിലമ്പൂരിലെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയം ജമാഅത്ത് ഇസ്ലാമിയുടെ UDF-നുള്ള പിന്തുണയായിരുന്നു. LDF-നെ PDP പിന്തുണയ്ക്കുന്നത് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തിരിച്ചടിക്കുകയും ചെയ്തു. എന്നാൽ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ചർച്ച മാറി. പരിശോധനയോട് പൂർണ്ണമായും സഹകരിച്ചെന്നും പുറത്തെടുത്തു വെപ്പിച്ച പെട്ടി തുറന്നു പരിശോധിക്കാതെ മടക്കി അയക്കാൻ ശ്രമിച്ചപ്പോഴാണ് തർക്കമുണ്ടായതെന്നും ഷാഫി പറമ്പിൽ. പുറത്തു വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല. പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ? നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ. ഉദ്യോഗസ്ഥരോട് കയർത്തു സംസാരിച്ചതിൽ രാഹുലിന്റെ പ്രതികരണം ഇങ്ങനെ: ഞങ്ങളുടെ പരാതിയെല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ട്. ആ പരാതി ജനങ്ങൾ കാണുകയും ചെയ്യും, അവരതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. അല്ലാതെ ജനങ്ങൾ പാരിതോഷികം തരും. ഷാഫിക്കും രാഹുലിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചും മുഖ്യമന്ത്രിയെ വിമർശിച്ചും KPCC അധ്യക്ഷനും UDF കൺവീനറും രംഗത്തെത്തി. പാലക്കാട്ട് പയറ്റിയ പെട്ടി പരിശോധന, വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള റൂം പരിശോധന, വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ടുള്ള പരിശോധന, ആ പരിശോധനയുടെ മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ തനിയാവർത്തനമാണ് നിലമ്പൂരിൽ കണ്ടത്. മുഖ്യമന്ത്രി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രചരണം നടത്തുകയാണ്. അപ്പോൾ ആ പ്രചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു അഭ്യാസമാണ് UDF-ൻ്റെ MP-മാരും MLA-മാരും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പരിശോധന നടത്തി അതിലൂടെ വല്ല പണവും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. പെട്ടി വിവാദം UDF-ന് അനുകൂലമാകുമെന്ന് ആദ്യം കരുതിയെങ്കിലും തിരിച്ചടിക്കുന്നതാണ് പിന്നാലെ കണ്ടത്. യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനുള്ള നാടകം കളിക്കലാണ് UDF നടത്തുന്നത് എന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ നാടിന്റെ വികസനം ചർച്ച ചെയ്യാനോ താല്പര്യമില്ലാത്തവർ ഇങ്ങനെ പല നാടകങ്ങളും രംഗത്തിറക്കും, പല വിവാദങ്ങളും ഉണ്ടാക്കും. അതിന്റെ ഒന്നും പുറകെ പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. രാഹുലിന്റെ പെരുമാറ്റത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് MV ഗോവിന്ദൻ ഉന്നയിച്ചത്. ഭീഷണിപ്പെടുത്തുന്നത് ആരെയും ഭീഷണിപ്പെടുത്താൻ പാടില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് മാത്രം പരാതി, LDF-ന് ഒരു പരാതി, UDF-ന് പരാതി, അങ്ങനെ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും ഭീഷണി, അതായത് ഉദ്യോഗസ്ഥന്മാർ അവരെ പണിയിൽ നടത്തുന്നത്, അവർ പണി നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നതിനാ താൻ തോന്നിയിട്ട് കളിക്കുകയാണ്. എന്നാൽ A വിജയരാഘവൻ ഒന്ന് മയപ്പെടുത്തി. യുവനേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രതികരണം ഉണ്ടാകുന്നത് സ്വാഭാവികമെന്ന വിജയരാഘവൻ. അവര് കുട്ടികളല്ലേ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ഷാഫിയൊക്കെ ന്യൂജനാണ്, ന്യൂജൻ കോൺഗ്രസ്സുകാരവര്. അപ്പൊ ന്യൂജൻ കോൺഗ്രസ്സുകാരാകുമ്പോൾ അവർക്കൊരു ആവേശമൊക്കെ ഉണ്ടാവും. ഞാൻ അതിനങ്ങനെ കാണുള്ളൂ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ വികാരമുണ്ടാക്കുന്നതിൽ പെട്ടി വിവാദത്തിന്റെ പങ്ക് ചെറുതായിരുന്നില്ല. A റഹീമിന്റെയും VV രാജേഷിന്റെയും സാന്നിധ്യവും ഇടപെടലുമൊക്കെ പാലക്കാട് UDF-ന് അനുകൂലമായി. എന്നാൽ നിലമ്പൂരിലെ പെട്ടി ആർക്ക് കൂട്ടാകുമെന്ന് കണ്ടു തന്നെ അറിയണം. ടീം മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.